ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഞാൻ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിപ്പോൾ ആലപ്പുഴയിലാണ്. ആലപ്പുഴ മുല്ലക്കൽ തെരുവും അതിനോട് ബന്ധപ്പെട്ട് കുറച്ച് സ്ഥലങ്ങളുടെ കാഴ്ച കാണിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ വീഡിയോ സ്കിപ്പാകാതെ മുഴുവൻ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആലപ്പുഴയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മുല്ലക്കൽ. ഈ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ യാത്ര ആരംഭിക്കുന്നത് ആലപ്പുഴയിലെ മഞ്ജുള ബേക്കറിയുടെ മുൻഭാഗത്തു നിന്നുമാണ് മുമ്പോട്ട് പോകുന്നത്. ഈ റോഡിലൂടെ പോകുമ്പോഴാണ് ആദ്യം കാണുന്നത്, റൈറ്റ് സൈഡിൽ കാണുന്നത് ഗണപതി അമ്പലം, ഇടത് സൈഡിൽ ഒരു ആൽത്തറയൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഈ റോഡിലൂടെ നോക്കിയാൽ കാണാൻ സാധിക്കും, തിരക്ക് വളരെ കുറവാണ്, ശാന്തമാണ് ഈ റോഡ്. കാരണം ഈ റോഡ് തുടങ്ങുന്ന ഭാഗത്തുള്ള പാലം, ജില്ലാ കോടതി പാലം പൊളിച്ചു പണിയുകയാണ്. അതുകൊണ്ട് അതിൽ അക്കരയ്ക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ റോഡിലെ യാത്ര ആൾക്കാർ വളരെ കുറച്ച് മാത്രമേ ഇതുവഴി വരത്തുള്ളൂ. ഇങ്ങനെ മുമ്പോട്ട് നമുക്ക് കാണുന്ന ഒരു കാഴ്ചയാണ് സെൽവി അമ്മൻ കോവിൽ എന്ന് പറയുന്ന അതിപുരാതനമായിട്ടുള്ള ഒരു ചെറിയ കോവിൽ. അതാണ് ഈ കാണുന്നത്. ഈ കോവിലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് പുരാണ കഥകളെ ഓർമ്മിപ്പിക്കുന്ന ധാരാളം ശില്പങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ആ ശില്പങ്ങൾ. ഇത് റോഡ് സൈഡിൽ തന്നെയാണ് ഈ കോവിലിൻ്റെ മുകൾ ഭാഗം വരുന്നത്. കണ്ടോ, ഇതാണ്. ഒരുപാട് ശില്പങ്ങളുണ്ട്. ആലപ്പുഴ പട്ടണത്തിൽ പോകുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സ്ഥലം മുല്ലക്കലാണ്, മുല്ലക്കൽ തെരുവ്. ഈ സൈഡിൽ കാണുന്ന ഒരു ബേക്കറി ഉണ്ടോ, പ്രീമിയർ ബേക്കറി. ആലപ്പുഴക്കാർക്ക് സുപരിചിതമായിട്ടുള്ള പുരാതനമായിട്ടുള്ള ഒരു ബേക്കറിയാണത്. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ കാണുന്നത് ആലപ്പുഴക്കാരുടെ ഒരു പ്രശസ്തമായ ഒരു നല്ല ഒരു കടയുണ്ട് ഇവിടെ. SM സിൽക്സ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റൈൽസായി കാണുന്നത്. SM ഏതൊരു ദിവസവും എപ്പോഴും ഇവിടെ ധാരാളം തിരക്കുള്ള ഒരു കടയാണത്. ഇപ്പോൾ സമയം ഏകദേശം 11 മണി ആയിട്ടുള്ള, ഉച്ചയാകുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ തിരക്ക് വളരെ കുറവാണ്. കാരണം ഒരു വൈകുന്നേരം ഒരു 3 മണി കഴിയുമ്പോഴാണ് ഇവിടെ തിരക്കാകുന്നത്. അടുത്ത ആഴ്ചയാണ് ആലപ്പുഴയിലെ നെഹ്റു ട്രോഫി വള്ളംകളി. അത് കഴിഞ്ഞ് വരുന്ന പിറ്റേ 2 ദിവസം കഴിയുമ്പോഴാണ് പിന്നെ ഓണം വരുന്നത്. അതുകൊണ്ട് ആലപ്പുഴക്കാർക്ക് ഈ ദിവസങ്ങളെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ഇങ്ങനെ മുമ്പോട്ട് നടന്നു വരുമ്പോൾ ഇവിടെ ആദ്യം കാണുന്ന ഒരു ജംഗ്ഷനാണ് ABJ ജംഗ്ഷൻ. ആ ജംഗ്ഷനിൽ നിന്നും അല്പം മുമ്പോട്ട് ചെല്ലുമ്പോഴാണ് മുല്ലക്കൽ ക്ഷേത്രമുള്ളത്. ആലപ്പുഴയിൽ തന്നെ ധാരാളം എടുത്തു പറയേണ്ട സ്ഥലങ്ങളാണ് ആലപ്പുഴ ബീച്ച്, അതുകൂടാതെ വഴിച്ചേരി ജംഗ്ഷൻ, പിച്ചോർ ജംഗ്ഷൻ, സക്കറിയ ബസാർ, കോൺവെൻറ്റ് സ്ക്വയർ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആലപ്പുഴയുടെ പല പല ഭാഗങ്ങളിലും. പിന്നെ എല്ലാ വർഷവും ഡിസംബർ മാസം ആലപ്പുഴയിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ് മുല്ലക്കൽ ചെറപ്പ്. ആ സമയത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന സ്ഥലം. അന്ന് ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ. 2 സൈഡിലും ധാരാളം കടകളും എല്ലാം ഉണ്ടാകും ആ സമയങ്ങളിൽ. അന്ന് നല്ല തിരക്കാണ് ഇവിടെ. ഞാനിങ്ങനെ നടന്ന് മുല്ലക്കൽ ക്ഷേത്രത്തോട് അടുക്കാറായി. കാണുന്നതാണ് മുല്ലക്കൽ രാജരാജേശ്വരി ക്ഷേത്രം, അതായത് മുല്ലക്കൽ അമ്പലം. ഈ കാണുന്നതാണ് മുല്ലക്കൽ ക്ഷേത്രം. പുറത്തുനിന്നുള്ള കാഴ്ച എടുക്കുകയാണ്. കാണുന്നതാണ് അമ്പലത്തിൻ്റെ പുറമേയുള്ള കാഴ്ച. നല്ല ഭംഗിയുള്ള അതിപുരാതനമായിട്ടുള്ള ക്ഷേത്രമാണ് മുല്ലക്കൽ രാജരാജേശ്വരി ക്ഷേത്രം. മുല്ലക്കൽ അമ്പലത്തിൻ്റെ കാഴ്ചകൾ കണ്ട ശേഷം ഞാൻ അവിടെ നിന്ന് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടെ നിന്നും നടന്നു പോകുമ്പോൾ ഉള്ള ഒരു ജംഗ്ഷനാണ് സീറോ ജംഗ്ഷൻ. ഈ ഭാഗത്താണ് ആലപ്പുഴയിലെ കല്യാൺ ജുവലറി ഉള്ളത്. മുല്ലക്കലിലെ പ്രധാനപ്പെട്ട പൂക്കച്ചവടം നടക്കുന്ന സ്ഥലം ഇവിടെയാണ്. പ്രധാനപ്പെട്ട പൂക്കടകളെല്ലാം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, മുല്ലക്കലിലെ. ഉണ്ടോ, മുല്ലക്കൽ വന്നാൽ വിലക്കുറച്ച് പൂ കിട്ടുന്ന ഒരു സ്ഥലമാണിത്. കാര്യം
എൻ്റെ നാട്ടിലൊക്കെ പൂക്കൾ വാങ്ങിക്കുന്നത് ഇവിടെ നിന്നാണ്. പള്ളികളിലേക്കും അതുകൂടാതെ മരിപ്പുകളൊക്കെ വരുമ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് പൂക്കൾ വാങ്ങിക്കുന്നത്. നല്ല രീതിയിൽ വിലക്കുറച്ച് നമ്മുടെ ആൾക്കാർ തരാറുണ്ട്. ഉണ്ടോ, ഓണവായ കൊണ്ട് എല്ലാം ഉടുപ്പിച്ച് നിർത്തിയേക്കാം പിള്ളേരെയൊക്കെ. ഹായ്, രസമുണ്ടല്ലേ. ഗ്രാഫേസ് ബോട്ടിക്കു. ഈ പോകുന്ന വഴിയിൽ ചെറുതും വലുതുമായിട്ട് ധാരാളം ടെക്സ്റ്റൈൽസുകളുണ്ട്. പലർക്കും പല പല മോഡലുകളിലെ നല്ല നല്ല ഡ്രസ്സുകളുള്ള ഒരു സ്ഥലമാണ് ആലപ്പുഴയിലെ മുല്ലക്കലിലെ ഈ ഭാഗം. കൃഷ്ണൻ നായർ വാച്ച് ഹൗസ് ഉണ്ടോ, ആലപ്പുഴ പ്രധാനപ്പെട്ട ഒരു പഴയ വാച്ച് കടയാണത്. മാധവീസ്, പിന്നെ പല പല കടകൾ. 10 മുതൽ 40% വരെ കിഴിവ്. ഇതാണ് വിദ്യാരംഭം ബുക്ക് സ്റ്റാള്. അങ്ങനെ ഞാൻ നടന്ന് സീറോ ജംഗ്ഷൻ വന്നിരിക്കുകയാണ്. ഈ കാണുന്നതാണ് സീറോ ജംഗ്ഷൻ. ഇവിടെ നിന്നും ഇടത്തേക്ക് പോയി കല്ലുപാലം വഴി മുമ്പോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഒരു പഴവങ്ങാടി പള്ളിയുണ്ട്, മാർ ശ്രീവ ഫൊറോന പള്ളി. നമ്മുടെ കല്ലുപാലം ആയിട്ടുണ്ട്. ഈ കാണുന്നതാണ് കല്ലുപാലം. കണ്ടോ, കല്ലുപാലമാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് മുൻപോട്ട് നിന്നിട്ട് ഇടത്തേക്ക് പോകണം. അവിടെയാണ് നമ്മുടെ പള്ളിയുള്ളത്. പള്ളിയുടെ മുമ്പിലേക്കുള്ള റോഡിലേക്കാണ് ഞാൻ പോകുന്നത്. അങ്ങാടിപ്പള്ളി ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കൊടിമരം കാണുന്നുണ്ട് അവിടെ. ഈ കാണുന്നതാണ് പഴയങ്ങാടി പള്ളി. അതിമനോഹരമായ രീതിയിൽ ഈ കഴിഞ്ഞിടയ്ക്കാണ് ഈ പള്ളി പുതുക്കി പണിതത്. നമുക്ക് ഈ പള്ളിയുടെ പുറം ഭാഗത്തെ കാഴ്ചകളൊന്ന് കാണിച്ചു തരാം ഞാൻ. കണ്ടോ, മാർ ശ്രീവ ഫൊറോന പിൽഗ്രീംസ് ചർച്ച്. ഇതിൻ്റെ അടിയിലൊരു കാര്യം മുത്തശ്ശിപ്പള്ളി എന്ന് എഴുതിയിട്ടുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപതകളുടെ പള്ളിയാണത്. നമുക്ക് പള്ളിയുടെ കോമ്പൗണ്ടിനകത്തേക്ക് കയറാം. ഇവിടെ ആദ്യം കാണുന്നത് ഒരു കുരിശടിയാണ്. അതിമനോഹരമായ കുരിശടി. കുരിശടി തന്നെയല്ല, ഇത് മണിമാളികയുണ്ട് ഇതിനകത്ത്. മണിമാളിക ഉണ്ടോ, മണിയും തൂക്കിയിട്ടുണ്ട്. ഇല്ല, ഉണ്ടോ, മണിയുണ്ടോ. വലിയൊരു കുരിശടിയാണ്, നല്ല രസമുണ്ട് കാണാൻ. ഇതാണ് പള്ളിയുടെ സൈഡ് ഭാഗം. പള്ളിയുടെ മുൻഭാഗം ഇതാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടേ നല്ല തിരക്കുള്ള ദിവസമാണ്. പള്ളിയിൽ ഒരുപാട് പരിപാടി നടക്കുന്ന ദിവസമാണ്. കൊടിമരമുണ്ട് വാതിക്കൽ. അത് കൂടാതെ ഇവിടെ ഒരു കൽക്കുരിശുണ്ട്. കൽക്കുരിശ് കാണുന്നത് മുൻഭാഗത്ത്, പള്ളിയുടെ മുൻഭാഗത്ത് കൽക്കുരിശ്. കൊള്ളാമല്ലേ. എനിക്ക് ഈ പള്ളിയുടെ അകത്തെ കാഴ്ച നിന്ന് കാണാം. ഇന്ന് ഞായറാഴ്ചയാണ്, പള്ളി തുറന്നിട്ടുണ്ട്. പള്ളിയുടെ അകത്തെ കാഴ്ച.
ഇതാണ് ഈ പള്ളിയുടെ അൽത്താരയും ഉൾവശവും ഒക്കെ. ഇനി നമുക്ക് ഈ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഈ പള്ളിയുടെ സൈഡ് ഭാഗത്ത് വേറെ ചില കാഴ്ചകളുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ആ സ്ഥലം. പുണ്യവാന്മാർക്കും പുണ്യവതികൾക്കുമുള്ള പ്രത്യേകം രൂപക്കൂടാണ്. കാണുന്നത് മാതാവിൻ്റെ രൂപമാണ്. അത് കഴിഞ്ഞ് വരുന്നത് ഔസേപ്പിതാവിൻ്റെ രൂപമാണ്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ മിഖായേൽ മാലാഖയുടെ രൂപമാണ് ഇരിക്കുന്നത്. പിന്നെ വന്നു കഴിയുമ്പോൾ യൂദാശ്ലീഹയുടെ രൂപമാണ് ഇരിക്കുന്നത്. പിന്നെ വന്നാൽ ഗീബറസ് മാർജൻ്റെ രൂപമാണ്. പിന്നെ വരുമ്പോഴാണ് സെബസ്ത്യാൻസ് മാർജൻ്റെ രൂപമായിരിക്കുന്നത്. ഇവിടെ ഇത് അൽഫോൻസാമ്മയുടെയാണ്, ചാവറേച്ചൻ്റെ, മറിയം ത്രേസ്യ. ഇതാണ് അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്രോട്ടോ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ച സ്ഥലങ്ങൾ മുല്ലയ്ക്കൽ തെരുവും അത് കഴിഞ്ഞ് വന്നിട്ട് പഴവങ്ങാടി മാർസ്ലീവ ഫൊറോന പള്ളിയുമാണ് കാണിച്ചത്. അതിൻ്റെ കാഴ്ചകൾ ഞാനിവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ഒരു കാഴ്ചയുണ്ട്, നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഞാൻ യാത്ര തുടങ്ങിയത് ഈ കാണുന്ന ഇവിടെ പാലം പൊളിച്ചിട്ടേക്കാണ്. ഇതിൻ്റെ അക്കരെ നിന്നാണ് തുടങ്ങിയത്. ഇനി ഇക്കരയിൽ വന്നിട്ട് ഇവിടെ നിന്നും മുൻപോട്ട് പോകുമ്പോൾ ഉള്ള ചെറിയ കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. മുഹമ്മ തണ്ണീർമുക്കം കോട്ടയം ഭാഗത്തു നിന്നൊക്കെ വരുന്ന ബസ്സുകൾ ഇവിടം വരെ ഉണ്ടാവുള്ളൂ. കാരണം ഇവിടെ പാലം പൊളിച്ചേക്കുന്നതുകൊണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് തിരിച്ചു പോകണമെങ്കിൽ വൈക്കം, മുഹമ്മ, തണ്ണീർമുക്കം, കോട്ടയം ഭാഗത്തേക്ക് ഇവിടെ നിന്നും ബസ് കിട്ടുന്നതാണ്. ഇതിലെ മുൻപോട്ട് പോകുമ്പോഴാണ് കല്യാണിൻ്റെ ഒരു പുതിയ പ്രോപ്പർട്ടി തുടങ്ങിയിരിക്കുന്നത്, കല്യാൺ സിൽക്സ്. കഴിഞ്ഞ ആഴ്ചയാണ് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. ഈ കാണുന്നതാണ് കല്യാൺ സിൽക്സ്. ആലപ്പുഴയിലെ കോടതിയുടെ സൈഡിലായിട്ട് തന്നെയാണ് ഈ കല്യാൺ സിൽക്സ് വന്നിരിക്കുന്നത്. കല്യാൺ സിൽക്സ്, ഇതാണ് അതിൻ്റെ മുൻഭാഗം. ഇങ്ങനെ മുമ്പോട്ട് ചെല്ലുമ്പോഴാണ് അവിടെ ഈ മെയിൻ റോഡിൽ നിന്നും ഉള്ളിലേക്ക് അല്പം ഏകദേശം ഒരു 300 മീറ്റർ ചെല്ലുമ്പോഴാണ് അവിടെ ഒരു ക്ഷേത്രമുണ്ട്, കിടങ്ങാമ്പറമ്പ് ക്ഷേത്രം. അതിൻ്റെ കാഴ്ചകൾ കൂടി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ മുൻപോട്ട് ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് ആലപ്പുഴയുടെ ജില്ലാ കോടതി വരുന്നത്. ഇതാണ് കോടതിയുടെ മുൻഭാഗം. കോടതി സമുച്ചയം ആലപ്പുഴ. നേരെ കോടതിയോട് നിന്ന് വരുമ്പോൾ ഇവിടുന്ന് റൈറ്റിലേക്ക് പോകണം. ആണ്ടേ ഇതിലേ പോകുമ്പോഴാണ് നമ്മുടെ കിടങ്ങാമ്പറമ്പ് ക്ഷേത്രം വരുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ് ക്ഷേത്രം. ഡിസംബർ മാസത്തിൽ നടക്കുന്ന ആ ഒരു ഉത്സവം, മുല്ലയ്ക്കൽ ചെറപ്പ്, കിടങ്ങാമ്പറമ്പ് ഉത്സവം എല്ലാം വളരെ പ്രധാനപ്പെട്ട ആലപ്പുഴക്കാരുടെ ഒരു ആഘോഷമാണ്. വലിയ ഒരു ദിവസങ്ങളാണ്. ഏകദേശം 10 ദിവസമാണ് ആ ഉത്സവം നടക്കുന്നത്. അങ്ങനെ ഞാൻ നടന്ന് കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് കിടങ്ങാമ്പറമ്പ് ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ട് പുരാണ കഥകളെ സൂചിപ്പിക്കുന്ന ധാരാളം ശില്പങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ട്. നല്ല ഉയരമുള്ള ഒരു ക്ഷേത്രമാണ്. കൊള്ളാമല്ലേ, നല്ല ഭംഗിയുണ്ട്. ഈ ആലപ്പുഴയിൽ ഒരുപാട് വിദേശികൾ, ടൂറിസ്റ്റുകൾ വരാറുണ്ട്. അവർ വന്നാൽ പ്രധാനമായി കാണാൻ വരുന്ന ഒരു പ്രത്യേക സ്പോട്ടാണ് ഈ കിടങ്ങാമ്പറമ്പ് ക്ഷേത്രം. ഇതാണ് ഈ കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ആൽത്തറയുണ്ട്. ഈ അമ്പലത്തിൻ്റെ കാഴ്ച കാണിച്ചതിന് ശേഷം ഞാൻ തിരികെ പോവുകയാണ്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ആ ബസ് സ്റ്റോപ്പിൽ നമുക്കുള്ള ബസ് കാണുമായിരിക്കും.
അവിടെ ബസ് കിടപ്പുണ്ട്. എനിക്ക് പോകാനുള്ള വൈക്കം ബസ്സാണിത്. ഈ ബസ്സിൽ കയറിയാൽ എനിക്ക് എൻ്റെ വീടിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാൻ സാധിക്കും. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.